വിശുദ്ധ ഖുർആൻ നബിതങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന 2 സൂറത്തുകൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അതുപോലെ തന്നെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അല്ലാഹുവിനെ സംബന്ധിച്ച് അവിശ്വാസികളായ ആളുകൾ ചീത്ത പറഞ്ഞപ്പോൾ നബി തങ്ങളോട് ഖുർആൻ പറയാ, ഖുൽ, നിങ്ങൾ പറയുക നബിയേ, യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂലേ എന്ന് നിങ്ങൾ പറയണം. ഖുൽ, അല്ലാഹുവിനെ സംബന്ധിച്ച് അവിശ്വാസികൾ ചീത്ത പറഞ്ഞപ്പോ നബിയോട് അങ്ങ് പറയണം എന്ന് പറഞ്ഞു കൊടുത്തു അല്ലാഹു. നബിയെ ചീത്ത പറഞ്ഞു. നബി തങ്ങളുടെ മൂത്താപ്പ തന്നെയായിരുന്ന അബൂ ലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات ലഹബ വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. തബ്ബത്, അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ, അബൂലഹബ് നശിക്കട്ടെ, അവന്റെ 2 കരങ്ങളും നശിച്ചിരിക്കുന്നു, അവൻ തന്നെ നാശത്തിലാണ്, അബൂലഹബ് നരകത്തിലാണ്, ഉംറഅതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യയും. ഇത് പറയാൻ അല്ലാഹു ഖുൽ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയിൻ നബിയെ, അബൂലഹബിന്റെ കരം നശിക്കട്ടെ. അതെന്തുകൊണ്ട്? നബിയെ, നിങ്ങളെ ചീത്ത പറയുമ്പോ അതിന്റെ മറുപടി ഞാൻ കൊടുക്കും. അല്ല പറയാണ് നശിക്കട്ടെ. ഖുൽ, നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മൂത്താപ്പയല്ലേ, മൂത്താപ്പയല്ലേ പറയണത്. അതുകൊണ്ട് മൂത്താപ്പാക്ക് മനസ്സിൽ വല്ലാത്ത ആഴത്തിൽ മുറിവ് വരും, സ്വന്തം തന്റെ നെഫ്യൂ, തന്റെ സഹോദരന്റെ പുത്രനെ പറയുമ്പോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം നബിയെ, നിങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് തബ്ബത് എന്ന സൂറത്തിന് ഖുൽ എന്ന് കൊടുക്കാതിരുന്നത്. അതിന് ഞാനാ മറുപടി. പിന്നെ എന്റെ മറുപടി നിങ്ങൾ കൊടുക്കും നബിയെ, ഖുൽ, നിങ്ങൾ പറഞ്ഞു കൊടുക്കും എന്ന്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നവര് പറഞ്ഞതേ, നബിയെ, നമ്മൾ ഈ കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ഭരിക്കണോ? ഒരു കൊല്ലം ഞങ്ങൾ അള്ളാഹനെ ആരാധിക്കാം, അടുത്ത കൊല്ലങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ കാബന്റെ ഉള്ളിൽ കിടക്കുന്ന ബിംബങ്ങളൊക്കെ ആരാധിച്ചേക്കണം, പിറ്റത്തെ കൊല്ലം നമുക്ക് അള്ളാഹനെ ആരാധിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ബിംബങ്ങളും മുസ്ലിങ്ങളൊക്കെ ആരാധിക്കണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ദീൻ മറ്റൊന്ന്, എന്റേത് വേറൊന്ന്, കൂട്ടിക്കലർത്തണ്ട. ഇത് വന്നത് ആയത്തിറങ്ങിയതപ്പോഴാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ സഫയിൽ കയറി നിന്നിട്ട് യാ സ്വബാഹ, യാ സ്വബാഹ, ശത്രുക്കൾ വരുന്നു എന്നറിഞ്ഞാൽ വിളിച്ചറിയിക്കുന്ന വാക്കാണിത്. അത് പറഞ്ഞാൽ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന താക്കീതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്യാൻ വേണ്ടി പോവാൻ എല്ലാവരും ഒരുമിച്ച് കൂടി. തങ്ങൾ എന്തു പറഞ്ഞു? ഈ മലന്റെ പുറത്ത് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കോ? ഓ, വിശ്വസിക്കുമല്ലോ. എന്തേ കാരണം? നിങ്ങൾ സത്യസന്ധനല്ലേ. എന്നാ പിന്നെ ഇന്നി ലക്കും നദീറും ബൈന യദൈ അദാബിൻ ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചില്ലെങ്കിൽ എന്ന് പറയാൻ വന്ന താക്കീതുകളാണ് ഞാൻ. അപ്പോഴാണ് നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എന്ന് സ്വന്തം മുത്താപ്പ അബൂ ലഹബ് ചോദിച്ചത്. അവിടെയാണ് ആയത്തിറങ്ങിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബിന്റെ ഭാര്യയായിരുന്ന ഔറാ, ഒറ്റക്കണ്ണിയായിരുന്ന ഉമ്മു ജമീലും നരകത്തിലാണെന്ന് പറയുന്ന ആയത്തിറങ്ങിയപ്പോ അബൂലഹബിന്റെ ഭാര്യ ഒരു പാറ കഷ്ണം എടുത്ത് ഓടി വന്നു നബിയെ എറിയാൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബി തങ്ങളും സിദ്ദീഖ് എന്നവരും കഅബയുടെ അരികത്ത് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ വരവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്ന വരവ് കണ്ടപ്പോൾ പറഞ്ഞു, നബിയേ, ഉമ്മു ജമീലിന്റെ വരവത്ര ശരിയില്ല, ഒന്ന് മാറി നിന്നേക്കണം നബിയേ, അവൾ എന്തെങ്കിലും അങ്ങേ ചെയ്തേക്കും.
ഉമ്മു ജമീൽ ഉപദ്രവിച്ചേക്കും. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല സിദ്ദീഖേ, അല്ലാഹു എന്നെ സംരക്ഷിക്കും. അവിടെ തന്നെ ഇരുന്നു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് വന്നിട്ട് സിദ്ദീഖ് എന്നവരോട് ചോദിക്കുകയാണ്, അയ്ന സാഹിബുക്, നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെ? സമിഅതു അന്നഹു ഹജാനി, ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. തബ്ബത് യദാ അബി സൂറത്ത് ഇറങ്ങിയപ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ വാക്കാ പറഞ്ഞത്, എന്ത്? എന്റെ കൂട്ടുകാരൻ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലേ നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞേക്കണം, അന സയ്യിദതു നിസാഇ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളുടെ നേതാവാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല കേട്ടോ എന്ന് പറഞ്ഞേക്കണം നിന്റെ കൂട്ടുകാരനോട്. എന്റെ നബി തങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മുമ്പിൽ, പക്ഷെ അവൾ കണ്ടില്ല. അഅമല്ലാഹു ബസറഹ, കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞു, നബി തങ്ങളെ മറയിട്ട് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? എന്റെ നബി അല്ലല്ലോ നിങ്ങളെ ചീത്ത പറഞ്ഞത്, അല്ലാഹു അല്ലേ ചീത്ത പറഞ്ഞത്. അതാ ഉദ്ദേശിച്ചത്. അല്ലാഹു ആണല്ലോ ചീത്ത പറഞ്ഞത്, എന്റെ നബിയല്ല. തബ്ബത് യദാ അബീ ലഹബ് വതബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ അതിന് മറുപടി റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കാറില്ല. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. അതിന് മറുപടി കൊടുക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഖുൽ, നബിയെ നിങ്ങൾ കൊടുക്കിൻ മറുപടി എന്ന് നബി തങ്ങളെ ഏൽപ്പിക്കുന്നു അല്ലാഹു. നബി തങ്ങൾ സ്വന്തമായി തങ്ങളെ ചീത്ത വിളിച്ചാൽ തങ്ങൾ അതിന് മറുപടി പറയാറില്ല. അവിടുന്ന് പറയുമായിരുന്നല്ലോ, അമാ തഅജബൂൻ, സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വഅദാഹും, ഖുറൈശികൾ എന്നെ ചീത്ത പറയുന്നതും എന്നെ കളിയാക്കുന്നതും എങ്ങനെയാണ് അല്ലാഹു എന്നിൽ നിന്ന് തിരിച്ചു കളയുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ലോകത്ത് ദഅവത്ത് ചെയ്യാൻ വന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റഹ്മത്തുൽ മുഹ്ദാത്തായി വന്ന നബിയാണ്. നബി തങ്ങൾക്ക് ശത്രുക്കളുണ്ട്. തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായത് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ. പക്ഷേ എങ്ങനെയാണ് നബി തങ്ങൾ അവിടുത്തെ ശത്രുക്കളോട് പെരുമാറിയത്? ആ മാതൃകയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ലോകത്ത് ശത്രുതയില്ലാത്തൊരു ലോകം ഉണ്ടാവില്ല. മനുഷ്യന്മാർ എല്ലാ നാട്ടിലും കുറച്ച് ഫിത്ന എല്ലാ നാട്ടിലും ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഫിത്നകളൊക്കെ ഉണ്ടാകുമ്പോഴേ ക്ഷമിച്ച കൂലി കിട്ടുള്ളൂ. എല്ലാവരും നല്ല മനുഷ്യന്മാരാണെങ്കിൽ ക്ഷമിച്ച കൂലി കിട്ടും. ക്ഷമിക്കാൻ കൂലി വേണ്ടേ? അസുഖം ഉണ്ടായ കൂലി കിട്ടുന്ന, അതിന് അസുഖം വന്നാലല്ലേ ഇപ്പൊ ആ കൂലി കിട്ടുള്ളൂ. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഹമ്മിൻ വലാ നസ്ബിൻ വലാ വസ്ബിൻ. ഏത് ക്ഷീണം വന്നാലും വേദന വന്നാലും മുഅ്മിനിന് കൂലി ഉണ്ടെന്നാ. അപ്പൊ പിന്നെ ക്ഷീണ അസുഖമൊക്കെ വരണ്ടേ? അപ്പോഴല്ലേ ആ കൂലി കിട്ടുള്ളൂ. അപ്പോ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടാക്കുകയോ ജീവിതത്തിന്റെ ഭാഗമാണ്. എങ്ങനെ നമ്മൾ നേരിടണം? അഷ്റഫുൽ ഖൽഖാണ് മാതൃക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉരുളക്ക് ഉപ്പേരി എന്ന് നമ്മൾ മറുപടി പറയാൻ നിൽക്കണ്ടെന്ന്. കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാണ്, നല്ലതാ. നമ്മളായിട്ട് ചെയ്ത അമല് കൊണ്ടൊന്നും സ്വർഗത്ത് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. അവരൊക്കെ ചെയ്യുന്ന വല്ല ദാനം കൂടെ കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേക്കും. നബി തങ്ങളുടെ മറുപടി എങ്ങനെയാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അമാ തഅജബൂൻ, സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എങ്ങനെയാണ് അല്ലാഹു ശത്രുക്കൾ എന്നെ ചീത്ത പറയുന്നത്, എനിക്ക് തട്ടാതെ എന്നിൽ നിന്ന് അല്ലാഹു തിരിച്ചു കളയുന്നത്? അവർ പറഞ്ഞു, എന്താ നബി അങ്ങ് പറയുന്നത്? യസ്തിമൂന മുദമ്മമൻ വയസുബ്ബൂന മുദമ്മമൻ വഅന മുഹമ്മദു. അവർ മുദമ്മമിനെയാണ് ചീത്ത പറയുന്നത്, ഞാൻ മുഹമ്മദ് ആണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുദമ്മമൻ ആബൈനാ വദീനഹു ഖാലൈനാ. നിബിതങ്ങൾ സ്തുതിക്കപ്പെട്ടവരെന്നർത്ഥമുള്ള മുഹമ്മദ് എന്ന വാക്കിനെ മുദമ്മം എന്ന് പറഞ്ഞ് നബിയെ വേദനിപ്പിച്ചു. അന്നത്തെ ശത്രുക്കൾ മുദമ്മം എന്ന് പറഞ്ഞാൽ നീചൻ എന്നാണ്. മുഹമ്മദ് എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ നബിതങ്ങളെ ചീത്ത പറഞ്ഞപ്പോ തങ്ങൾ പറയാ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? അള്ളാഹു എന്നെ ചൂണ്ടി വരുന്ന ശകാരങ്ങളെ അള്ളാഹ് തിരിച്ചുവിടുന്നത് നിങ്ങൾ കാണില്ലേ? സ്വഹാബത്തിനോട് പറയാ, എന്താ എങ്ങനെയാണ് അള്ളാഹു മാറ്റിവിടുന്നറിയോ? അവര് ചീത്ത പറയുന്നത് മുദമ്മം എന്ന പേരുള്ള ഏതോ ഒരാളെയാണ്. ഞാൻ മുഹമ്മദ് ആണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മളോട് ഇത്ബാഅ ചെയ്യാൻ പറയുന്നത്. ഈ ഇത്തിബാഅ് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അത് സാധാരണക്കാരും ഉലമാരും എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. നബി തങ്ങളുടെ ഇത്തിബാഅ് നമ്മൾ എവിടെയാ ഇത്തിബാഅ്?
ഇവിടെയാണ് അവർ മുദമ്മമിനെ ചീത്ത പറയുന്നു, ഞാൻ മുഹമ്മദാണല്ലോ, അത് എന്നെ അല്ലല്ലോ പറയുന്നത്. അവിടെ അങ്ങനെ ചീത്ത പറയണ്ട. ഞാൻ അരികത്തുകൂടെ നടന്നുപോയി, ആരൊക്കെയോ എന്നെ ചീത്ത പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു എന്നല്ലല്ലോ ഈ പറയുന്നത്, വേറെ ആരെയോ ആണ് എന്ന് ഞാൻ പറഞ്ഞു നടന്നു വന്നു എന്ന് പറയുന്ന കവിയെ പോലെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ ശകാരത്തെ പോലും ഉമ്മത്തിന് മാതൃകയായി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ? മനുഷ്യന്മാരുടെ വായ മൂടി കെട്ടാൻ പറ്റുമോ? കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. അങ്ങനെ നമ്മൾ കുറെ സഹിക്കേണ്ടവരാണ്. ശത്രുക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും, അവിശ്വാസികളിൽ നിന്ന് കേൾക്കേണ്ടി വരും, ഇതര മതസ്ഥരിൽ നിന്ന് കേൾക്കേണ്ടി വരും. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ وَإِن تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ ലതുബ്ലവുന്ന തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും ഫീ അംവാലികും വഅൻഫുസികും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും വലതസ്മഉന്ന നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും മിനല്ലദീന അശ്റകൂ അവിശ്വാസികളിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് വമിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും ومن الذين أشركوا أذى كثيرا ഒരുപാട് വേദനിക്കുന്നത് ഒരുപാട് വിഷമമുണ്ടാക്കുന്നത് ഖൽബിന്റെ ഉള്ളിലേക്ക് കുത്തിത്തറക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വരും. വഇൻ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും വതത്തഖൂ നിങ്ങളുടെ നാവ് സൂക്ഷിക്കുകയും ചെയ്ത് അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹബീബ് അങ്ങനെയായിരുന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്നു പോകുന്നു റസൂലുള്ളാഹി. ഒരു കൂട്ടം ജൂതന്മാർ ഇങ്ങോട്ട് തിരിച്ചു നടക്കുന്നുണ്ട്. ജൂതന്മാർക്ക് ഒരു പ്രത്യേക സലാമുണ്ട് നബിയെ കണ്ടാൽ. നമ്മളൊക്കെ അസ്സലാമു അലൈക്കും എന്നല്ലേ പറയാ. ജൂതന്മാരെന്താ പറയാന്നറിയോ? അസ്സലാമു അലൈക്കും കേട്ടായിരിക്കും നല്ല ഒന്നാം നമ്പർ സലാമായി പറഞ്ഞു. സാം സാം എന്ന് പറഞ്ഞാൽ മരണമെന്നാണ്. അൽ ഹലാകു വദ്ദമാർ വൽ മൗത്ത് വൽ ഹജ്ജ് മരണം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന വാക്കിന്റെ അർത്ഥം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യമാരിൽ ഹബീബിനോട് അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതുകൂടെ മനസ്സിലാക്കണം. ചിലർ പറയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു വിട്ടപ്പോൾ ആയിഷ ബീവിയെ ദ്രോഹിച്ചു. എന്ത് ദ്രോഹം? ആയിഷ ബീവി പറയട്ടെ. ബീവി എന്താ പറഞ്ഞത്? എനിക്ക് എന്റെ റസൂൽ എനിക്ക് മാത്രം കിട്ടണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം. അങ്ങനെയല്ലേ അവിടെ പോരുണ്ടായത്? എന്റെ റസൂലിനെ എനിക്ക് മാത്രം കിട്ടണം, ബാക്കിയുള്ള സഹഭാര്യമാർ വേണ്ട, എനിക്ക് വേണം റസൂലിനെ. ആയിഷ ബീവി അഭിമാനിച്ചവരാ. ആയിഷ ബീവിക്ക് തോന്നിയിട്ടില്ല she was oppressed. ആയിഷ ബീവിക്ക് തോന്നിയിട്ടില്ലല്ലോ. നബി അത്രക്ക് സ്നേഹിച്ച ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കണം. അസ്സലാമു എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് അസ്സാമു എന്ന് പറയുന്നത്. നബി തങ്ങൾ മറുപടി പറഞ്ഞു വഅലൈക്കും നിങ്ങൾക്കും എന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് ഇങ്ങോട്ട് ചൂടായി. ആയിഷ ബീവി പറഞ്ഞു വഅലൈക്കും ലഅനത്തുല്ലാഹി വഗളിബല്ലാഹു അലൈക്കും വഅദല്ലകുമുല്ലാഹ് അല്ലാഹു നിങ്ങളെ പഴിപ്പിച്ചു, അല്ലാഹുവിന്റെ കോപം നിങ്ങൾക്കുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇത് കേട്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് പൊന്നാര ഭാര്യയോട് ചോദിച്ചു, ആയിഷ ഇയ്യാകി വൽ ഫഹ്ഷ്, ആയിഷ ബീവി അസഭ്യം പറയരുതേ, മോശപ്പെട്ട വാക്കുകൾ പറയല്ലിൻ. ഇയ്യാകി വൽ ഫഹ്ഷ് ബദീഉൽ കലാം എന്ന് പറയും. നാവിന് ലൈസൻസ് ഇല്ലാതിരിക്കുക. അതിപ്പോ എഴുതി വിടുന്നോടത്തും ക്ലിപ്പ് ഉണ്ടാക്കുന്നിടത്തും ഒക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും എഴുതി വിടരുത്. കുറച്ച് ഡീസൻസി കീപ്പ് ചെയ്യുക. ശത്രുക്കളോട് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ആരെ എതിർക്കുകയാണെങ്കിലും കുറച്ച് ഡീസൻസി ആയിക്കോട്ടെ, നല്ലതാണത് അല്ലേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെ എഴുതി വിടുന്ന ആള് മോശക്കാരനാന്ന് വിചാരിക്കൂലേ?
ആയിഷ ബീവി, നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ മോശപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കരുതേ ആയിഷ ബീവി. ബീവി ചോദിച്ചു, മാ സമിഅത മാ ഖാലു യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളെപ്പറ്റി അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടോ നബിയേ? തങ്ങൾ എന്താ ചോദിച്ചെന്നറിയോ? അമാ സമിഅതി മാ ഖുൽതു ലകി, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ആയിഷ? കേട്ടോ നബിയേ. നാം ഉണ്ടായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ പറയില്ല.